അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ലിൻസി ജസ്റ്റിൻ. ഞങ്ങൾ ചേർത്തല വെട്ടയ്ക്കൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജസ്റ്റിൻ. ഞാൻ കുഞ്ഞിലെ തൊട്ട് ഇവിടെ വരാറുള്ള ഒരാളാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ട് ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ധ്യാനമൊക്കെ ഞാൻ വന്ന് കൂടാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞ ശേഷം ആൾക്കിവിടെ ജോലിയുണ്ട്, എങ്കിലും വിദേശത്തേക്ക് ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു പേടി കൊണ്ടിട്ട് ഞാൻ ഉടമ്പടി എടുക്കാണ്ട് കുറേ നാൾ അങ്ങനെ ഉഴപ്പിപ്പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വീണ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ഒരു 1.5 മാസത്തോളം വീട്ടിലിരുന്നു. ആ സമയത്തൊക്കെ എനിക്കുള്ളിൽ എങ്ങനെയെങ്കിലും ആൾക്കൊന്ന് വിദേശത്തേക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥന എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു ദിവസം ഞാനിങ്ങനെ FB അക്കൗണ്ടിൽ കയറുമ്പോൾ മുഴുവൻ എനിക്ക് ഇവിടുത്തെ സാക്ഷിയാണ് ഇങ്ങനെ കൂടുതലായിട്ടും ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പം ഞാൻ ഓപ്പൺ ആക്കിയാലും ഇത് തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണേ. അപ്പം ഞാനിങ്ങനെ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ആൾക്ക് പേടി. ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ കയറി സാക്ഷ്യം പറഞ്ഞോളാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റർ എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിനു മുന്നേ 1 വർഷത്തോളമായി ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ പ്രയത്നിച്ചു, പക്ഷെ ഒന്നും ആയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലൊരു ഏജൻസി ആയിട്ട് ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ഏജൻസി ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല, എങ്കിലും അവരെന്തൊക്കെയോ പറഞ്ഞു, ആളെന്തൊക്കെയോ മറുപടി കൊടുത്തു, അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് 2-3 ഇൻ്റർവ്യൂ വന്നു. 2 ഇൻ്റർവ്യൂ വലിയ കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് നമ്മൾ ഫെയിലായാൽ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി സായാഹ്ന പ്രാർത്ഥനയും രാവിലത്തെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ച് ചൊല്ലി ഉടമ്പടി തൈലം ഉപയോഗിച്ച് എന്നും ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 3ാമത്തെ ഇൻ്റർവ്യൂ ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഞങ്ങൾ വേറൊരു വീട്ടിലല്ല, പുറത്ത് കാറിലൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 7 പേരാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അതിൽ ആൾക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ എംബസിയുടെ ഇൻ്റർവ്യൂ വന്നു. അതാണെങ്കിൽ മാൾട്ടയിലേക്കാണ്. അപ്പം മാൾട്ടീസും ഇംഗ്ലീഷും കൂടി കയറിയിട്ടുള്ളൊരു ലാംഗ്വേജ്, ആൾക്കൊന്നും പിടികിട്ടണില്ല. അതങ്ങനെ ഫെയിലായെങ്കിൽ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് അതും ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കടമ്പയെ ഞങ്ങൾ മറികടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2ാമത് ചെന്നൈയിൽ പോയി ഫസ്റ്റ് VFS ഒക്കെ കഴിഞ്ഞു. അതിൻ്റെയാണ് ഇത് ഫെയിലായി. 2ാമത് കൊച്ചിയിൽ വെച്ചിട്ട് ഞങ്ങൾ റീസബ്മിഷൻ കൊടുത്തു. കൊച്ചിയിൽ വെച്ചിട്ട് വീണ്ടും VFSന് ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടവരെല്ലാം ഈ മാൾട്ടയിലേക്ക് പോകാനുള്ള കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ ആളുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ക്യൂവിൽ നിൽക്കുന്നവരുടെ എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെയൊക്കെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ച് ഇവരൊക്കെ എന്നും കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും മാൾട്ടയിലേക്കാണല്ലോ. അങ്ങനെ കോൺടാക്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ പക്ഷേ എൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഈ എംബസിയുടെ ഇൻ്റർവ്യൂ ആണ് ഏറ്റവും ടഫ്. ഞങ്ങൾ യൂട്യൂബിൽ കയറി കുറേ റെഫറൻസ് ഞങ്ങൾ നോക്കുമായിരുന്നു, എങ്കിലും ഉള്ളിലിരുന്നുകൊണ്ട് ഇതൊന്നും നോക്കണ്ട എന്നുള്ളൊരിത് എനിക്കുണ്ടായിരുന്നു. ശരിക്കും കാര്യം ഒന്നും ആവില്ല, ഒരു കുഴപ്പമില്ല എന്നുള്ളൊരിത് മനസ്സിൽ ശരിക്കും ഉണ്ടായിരുന്നു. ആൾക്ക് മാത്രം എംബസിയുടെ ഇൻ്റർവ്യൂ വന്നില്ല. ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഈ ഇൻ്റർവ്യൂ വന്നു. ഞങ്ങൾക്ക് വിസയാണ് വന്നത്. അതും ഒക്ടോബർ മാതാവിൻ്റെ ജപമാല റാലിക്ക് 2 ദിവസം മുന്നേ വിസ അടിച്ച് കയ്യിൽ കിട്ടി. നാളെ ആൾ പോവുകയാണ്. നാളെ 7:30 രാത്രി 7:30 ഫ്ലൈറ്റ്. നാളെ പോവും. അപ്പോൾ മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ നന്ദി അറിയിച്ചോളൂ. സങ്കീർത്തനം 37-34. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ലിൻസി ജസ്റ്റിൻ എന്ന മകൾ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള അമ്മയുടെ കരുതലാണ്. ഇൻ്റർവ്യൂവിന് പോയതും 1-2 പ്രാവശ്യം ഫെയിലിയർ ആയിരുന്നിട്ടും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സങ്കടം വന്നില്ലേന്ന്. അവർ പറഞ്ഞു പല സാക്ഷ്യങ്ങളും ഞങ്ങൾ കേട്ടു. എല്ലാ സാക്ഷ്യങ്ങളിലും ഇങ്ങനെയാണ്, മാതാവ് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ കരുതിയിട്ടുണ്ടാവാം, അതാണെന്ന് ഞങ്ങളും വിശ്വസിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമില്ലായിരുന്നെന്ന്. ഇതാണ് ഉടമ്പടി മക്കൾക്കുള്ള ഒരു പ്രത്യേകത. എന്താണേലും നല്ലത് അമ്മ തരും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ്
ഉടമ്പടി മക്കൾക്കുള്ള ഒരു പ്രത്യേകത അതാണ് നമ്മൾ ഇവരുടെ ജീവിതത്തിലും കണ്ടത്. പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇവർ ആൾക്കാരില്ലാത്തതുകൊണ്ട് അവരുടെ സാക്ഷ്യം പറയാനാവില്ല, ഇന്ന് അവർ വന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുടുംബത്തിൽ മാതാവിൻ്റെ ഒരു വലിയൊരു കാരുണ്യം എന്ന് പറയുന്നത് ഫോണിൽ കൂടെയുള്ള സാക്ഷ്യങ്ങളാണ് ഇവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത്. അവരൊരു കാര്യം പറഞ്ഞുകൊണ്ട് വളരെ ക്ലിയറായിട്ട്, പലരും ഇങ്ങനെ മടിച്ചിരിക്കുന്നതാണ്, സാക്ഷ്യം പറയാൻ പേടിയായിരുന്നു എന്ന്. ഇന്നും ആ മക്കൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, സാക്ഷ്യം പറയാൻ പേടിയാണെന്ന്. പക്ഷെങ്കിൽ അവർ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു, അമ്മയാണ് കൂടെയുള്ളത്, അമ്മയായിരിക്കും സംസാരിക്കുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നിങ്ങളിത് സംസാരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ കയറുക എന്ന് പറയുന്നു. പല ദൈവമക്കൾക്കും ഇന്നൊരു ഭയമാണ്, അവിടെ ചെന്ന് മാതാവിൻ്റെ കയ്യിൽ ഉടമ്പടി എടുക്കാം, പക്ഷേ സാക്ഷ്യം പറയാനുള്ള പേടി. അതാണ് നമുക്കിന്നും അമ്മയുടെ സംരക്ഷണമുള്ള മക്കൾക്ക് എന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയെല്ലാം നടത്തി തരും. അമ്മയുടെ കരുതലും സംരക്ഷണവും എപ്പോഴും നമ്മുടെ അമ്മയുടെ സാന്നിധ്യം, അതായത് വാഗ്ദാനത്തിൻ്റെ പ്രോമിസ്ഡ് പ്രസൻസ് ഈസ് ഓൾവേസ്, അമ്മയുടെ പ്രസൻസാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്. ആ വിശ്വാസത്തോടെയാണ് അവർ മുന്നോട്ട് പോയത്. നാളെ മകൻ ജോലിക്ക് പോവുകയാണ്. കർത്താവ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.